ഏറ്റവും സ്നേഹാധരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ സർവ്വമേഖലകളിലും സർവശക്തനും അളവറ്റ ദയാപരനുമായ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്നുള്ള വസിയ്യത്ത് സ്വന്തത്തെ മറക്കാതെ ഓരോ വിശ്വാസിനികളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അത്തരം മുത്തഖീങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിൽ 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 25-ാമത്തെ ആയത്തിൽ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ശിർക്ക് ചെയ്തിരുന്ന ഒരു സമൂഹത്തോട് പറയുന്ന ഒരു വാചകമാണ്, ഒരു വചനമാണ്. നിങ്ങൾ ശിർക്ക് ചെയ്യുന്നത്, അല്ലാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യുന്നത്, അല്ലാഹുവിലേക്ക് അടുക്കുവാനായി മധ്യവർത്തികളെ സ്വീകരിക്കുന്നത്, മവദ്ദത ബൈനക്കും ഫിൽ ഹയാത്തി ദുനിയാ, അത് ദുനിയാവിൽ നിങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധമാണ്. സ്നേഹബന്ധത്തിൻ്റെ പേരിൽ മാത്രമാണ് നിങ്ങൾ അല്ലാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യുന്നത്. ഇപ്പം മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പ്രബോധന കാലഘട്ടത്തിൽ 5 മഹാന്മാരെ അള്ളാഹുവിലേക്ക് അടുക്കുവാനായിട്ട് ഇടയാളന്മാരായി വച്ചിരുന്നു എന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് നൂഹിൽ അള്ളാഹു പറയുകയാണ്. വദ്ദും യഗൂസും യഊഖും നസ്റും തുടങ്ങിയ 5 മഹാന്മാർ, ആ 5 മഹാന്മാരോട് ആ ജനതയ്ക്കുള്ള സ്നേഹം പറഞ്ഞറിയിക്കുന്നതിനും അപ്പുറമാണ്. ആ ആദരവും സ്നേഹവുമാണ് പിന്നീട് ആരാധനയിലേക്ക് ചെന്നത്. ഇത് തന്നെയാണ് സർവ്വ മുശ്രിക്കുകൾക്കും പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. അപ്പോൾ മക്കയിലെ മുശ്രിക്കുകൾ മഹാനായ ഇബ്രാഹിം നബിയെ സ്നേഹിച്ചിരുന്നു, ലാത്തയെയും ഉസ്സയെയും സ്നേഹിച്ചിരുന്നു. ആ സ്നേഹം കാരണമാണ് അള്ളാഹുവിനെ മാത്രം നൽകേണ്ട ഇബാദത്ത് അള്ളാഹു അല്ലാത്ത ഈ മഹാന്മാർക്ക് അവർ നൽകിയത്. അത് എല്ലാ മുശ്രിക്കുകളുടെയും സ്വഭാവമായിരുന്നു. ഒരാളെ സ്നേഹിച്ച് ആ മനുഷ്യൻ അല്ലെങ്കിൽ അദ്ദേഹം മരിച്ചതിന് ശേഷം അവരോട് പ്രാർത്ഥിക്കുക, അവർക്ക് നേർച്ചകളും വഴിപാടുകളും സമർപ്പിക്കുക. പ്രവാചകന്മാരുടെയും ചരിത്രം അത് തന്നെയാണ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സ്നേഹിച്ച് ആ സമുദായം ആ ഈസാ നബിയോട് തന്നെ പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥ വിശുദ്ധ ഖുർആനിൽ നമുക്ക് റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിച്ചു തരികയാണ്. നാളെ പരലോകത്ത് എത്തുമ്പോഴേക്കും ആരാധിച്ചവരും ആരാധിക്കപ്പെട്ടവരും തമ്മിൽ വഴക്ക് കൂടുകയാണ്. വിശുദ്ധ ഖുർആനിലെ 6-ാം അധ്യായം സൂറത്തു അൻആമിലെ 22-23 ആയത്തുകളിൽ അള്ളാഹു പറയുകയാണ്, വയൗമ നഹ്ശുറുഹും ജമീഅ, മഹ്ശറിൽ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്ന ആ ഒരു രംഗം. സുമ്മ നഖൂലു ലില്ലദീന അശ്റകൂ, എന്നിട്ട് ശിർക്ക് ചെയ്തവരോട് അല്ലാഹ് ചോദിക്കും, ഐന ശുറകായിക്കുമുൽ ലദീന കുൻതും തസ്ഉമൂൻ, ദുനിയാവിൽ നിങ്ങൾ വാദിച്ചിരുന്നുവല്ലോ, ജൽപ്പിച്ചിരുന്നുവല്ലോ നിങ്ങൾ കുറെ ആൾക്കാരെ, പരലോകത്ത് നിങ്ങളെ രക്ഷിക്കുമെന്നാണല്ലോ നിങ്ങളുടെ വ്യാമോഹം, അവരെവിടെ? ഐന ശുറകാഉക്കും, അവരെവിടെ? അള്ളാഹുവിൻ്റെ ചോദ്യമാണ്. ശിർക്ക് ചെയ്ത നാളെ പരലോകത്ത് എത്തുമ്പോഴേക്കും അത്തരക്കാരോട് റബ്ബിൻ്റെ ചോദ്യം, അവരുടെ മറുപടിയും വിശുദ്ധ ഖുർആനിൽ കാണുകയാണ്. അവരുടെ ഗതികേടാണ് വിശുദ്ധ ഖുർആനിൽ അവരുടെ മറുപടി, അഥവാ ശിർക്ക് ചെയ്യുന്നവരുടെ മറുപടിയായിട്ട് എന്തെങ്കിലുമൊക്കെ ഉദുർ പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാമല്ലോ, അങ്ങനെ ഒരു അടയാളപ്പെടുത്തലുകളാണ് ഈ മറുപടി. എന്താണ് അവർ പറയുന്ന മറുപടി? ثم لن تكن فتنتهم إلا أن قالوا والله ربنا ما كنا مشركين. അവരുടെ ഗതികേടോർത്ത് വേറെ ഒരു മറുപടിയും അവർക്കില്ല. ഞങ്ങളുടെ റബ്ബിനെ തന്നെയാണ് സത്യം. ആര് പറയുകയാണ്? ശിർക്ക് ചെയ്ത മുശ്രിക്കുകൾ അള്ളാനെ കൊണ്ട് സത്യം ചെയ്തു പറയുകയാണ്, മാ കുന്നാ മുശ്രിക്കീൻ, ഞങ്ങൾ ശിർക്ക് ചെയ്തവരായിരുന്നില്ല. പച്ചയായ ശിർക്ക് ദുനിയാവിൽ ചെയ്തുകൊണ്ട് നാളെ റബ്ബിന്റെ അടുക്കൽ ബോധ്യപ്പെടുകയാണ്. എന്നിട്ട് റബ്ബിനെ കൊണ്ട് തന്നെ സത്യം ചെയ്യുകയാണ്, വല്ലാഹി റബ്ബിനാ, ഞങ്ങളുടെ റബ്ബ് തന്നെ സത്യം, ഞങ്ങൾ ശിർക്ക് ചെയ്തിരുന്നില്ല. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ, പ്രത്യേകിച്ച്
ഇമാം റാസി അദ്ദേഹത്തിന്റെ ഫഖ്റു റാസിയിൽ കൊടുക്കുന്ന ഒരു വിശദീകരണമുണ്ട്. ഐ മാ കുന്നാ മുശ്രിക്കീൻ ഫീ ഇഅ്തിഖാദിനാ വളന്നൂനിനാ, അഥവാ ഞങ്ങളുടെ വിശ്വാസങ്ങളിലും അനുമാനങ്ങളിലും ഞങ്ങൾ ശിർക്ക് ചെയ്യുന്നവരല്ല. അവർ പറഞ്ഞിരുന്ന ന്യായമാണ്. അള്ളാഹുവിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടി ഇബ്രാഹിം നബിയെയും മഹാന്മാരെയും സ്വീകരിച്ചിരുന്ന മക്ക മുശ്രിക്കുകളെ സംബന്ധിച്ച് ഇമാം റാസി റഹ്മഹുല്ല 800 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചു മരിച്ചുപോയ പണ്ഡിതൻ പറയുകയാണ്, അവരുടെ വിശ്വാസങ്ങളിലും അനുമാനങ്ങളിലും അവർ ശിർക്ക് ചെയ്തിരുന്നില്ല. وذلك لأن القوم كانوا يعتقدون في أنفسهم أنهم كانوا موحدين متباعدين من الشرك. വല്ലാത്തൊരു വാക്കാണ്. കാരണം സമൂഹം അവരെ മുവഹിദീങ്ങളെന്നാണ് വിചാരിച്ചിരുന്നത്. ഷിർക്കിൽ നിന്നും വളരെ അകലെയാണെന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. അവർ സ്വയം വിശ്വസിക്കുകയാണ്, ഞങ്ങൾ ഷിർക്ക് ചെയ്യുന്നില്ല, ഞങ്ങളൊക്കെ മുവഹിദീങ്ങളാണ്, ഞങ്ങൾ തൗഹീദിന്റെ ആൾക്കാരാണെന്ന് ആര് പറയുന്നു? മുശ്രിക്കുകൾ പറയുകയാണ് എന്ന് ഇമാം റാസി റഹ്മഹുല്ല കൃത്യമായ രീതിയിൽ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്. ഇപ്പൊ ഇന്നത്തെയും സമൂഹത്തിന്റെ അവസ്ഥ എടുത്തു നോക്കൂ. ഞങ്ങൾ അള്ളാനെ മാത്രം വിളിച്ചു തേടി പ്രാർത്ഥിക്കുന്നവരാണ്, മറ്റുള്ളവരുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് തേടുന്നതാണ്, മറ്റുള്ളവരെ അള്ളാഹുവിങ്കലേക്ക് അടുപ്പിക്കുവാൻ ഞങ്ങൾ സ്വീകരിക്കുകയാണ് എന്ന് പറയുന്നവർ പോലും പറയുന്ന ന്യായം എന്താണ്? ഞങ്ങൾ തൗഹീദുള്ള ആൾക്കാരാ, ഞങ്ങൾ മുവഹിദീങ്ങളാണ് എന്ന് അവർ പോലും പറയുകയാണ്. അവിടെയാണ് വിശുദ്ധ ഖുർആൻ കൃത്യമായ അവർക്കുള്ള ജൽപ്പനത്തിന് മറുപടി നൽകുന്നത്. നമുക്കറിയുമല്ലോ, മറിയം ബീവി റളിയല്ലാഹു അൻഹ മകൻ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നാളെ പരലോകത്ത് എത്തുമ്പോൾ മഹ്ശറയിൽ വെച്ചുകൊണ്ട് അള്ളാഹു ചോദിക്കുമെന്നാണ്, മറിയമിന്റെ പുത്രൻ ഈസാ, നീയും നിന്റെ ഉമ്മയുമാണോ അവരോട് പറഞ്ഞത് നിങ്ങളെ ആരാധിക്കണമെന്ന്? അവർ പറയുന്ന മറുപടി, അള്ളാഹുവേ നീ എത്ര പരിശുദ്ധനാണ്, ഞങ്ങളങ്ങനെ പറയൂല, അല്ലാഹ് പറഞ്ഞിട്ടില്ല, നിനക്ക് അവകാശമുള്ള ഇബാദത്ത് നിനക്ക് മാത്രമെന്നാണ് ഞങ്ങൾ പറഞ്ഞിരുന്നത്. മാ ഖുൽതു ലഹും ഇല്ലാ മാ അമർതനി ബിഹി, ഞങ്ങൾ പറഞ്ഞിട്ടില്ല അല്ലാഹ്, ഞങ്ങൾ അവരോട് കൽപ്പിച്ചത് ഇത് മാത്രമാണ് റബ്ബേ, അൻ ഉബ്ദുല്ലാഹ റബ്ബി വ റബ്ബക്കും, നിങ്ങളുടെയും എന്റെയും റബ്ബായ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണം. അള്ളാഹുവേ ഇതൊഴിച്ച് വേറെ ഒന്നും പറഞ്ഞില്ല അല്ലാഹ്. ഈസാ നബി റബ്ബിനോട് പറയുകയാണ്, വകുൻതു അലൈഹിം ഷഹീദൻ മാ ദുംതു ഫീഹിം, അവർക്കിടയിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന സമയത്ത് ഞങ്ങൾ അവർ ചെയ്തതിന് സാക്ഷിയാണ്. അവരുടെ ഇടയിൽ ഞങ്ങൾ ജീവിച്ചിരുന്നുവല്ലോ, ആ സമയത്ത് അവരെന്തെല്ലാം ചെയ്തുവെന്ന് ഞങ്ങൾ സാക്ഷിയാണ്. ഫലമ്മാ തവഫൈതനി, നീ എന്നെ പൂർണ്ണമായും ഉയർത്തെടുത്തതിന് ശേഷം, നീ പരിപൂർണമായി എന്നെ എടുത്തതിന് ശേഷം കുൻത അൻത റഖീബ അലൈഹിം, നീയാണ് അവരുടെ കാര്യങ്ങൾ നോക്കിയിരുന്നത്, അവരിലുള്ള റഖീബ് നീയാണ്. വഅൻത അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, എല്ലാറ്റിനും സാക്ഷ്യം വഹിക്കുന്നവൻ നീയാണ് അല്ലാഹ്. അവരുടെ ഇടയിൽ ജീവിച്ചിരുന്ന സമയത്ത് അവർ ചെയ്തിരുന്നതിന് ഞങ്ങൾ സാക്ഷി, നീ എന്നെ പൂർണ്ണമായും എടുത്തതിന് ശേഷം അവർ ചെയ്തത് എനിക്കറിയില്ല അല്ലാഹ്, നിനക്കറിയാം. ഇത് എല്ലാ പ്രവാചകന്മാരും റബ്ബിനോട് പറയുന്ന ഉദുറാണ്, ഞങ്ങളെങ്ങനെ പറഞ്ഞിട്ടില്ല. ഇനി നോക്കൂ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ആയത്ത് സൂറത്തുൽ മാഇദയുടെ 116, 117 വചനങ്ങളാണ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാളെ പരലോകത്ത് ഒരു വിഷയം പറയുകയാണ്. അലാ, നിങ്ങൾ അറിയുക, സ്വഹാബികളോട് പറയുകയാണ്, വഇന്നഹു സയുജാഉ ബിരിജാലിൻ മിൻ ഉമ്മത്തി ഫയുഖദു ബിഹിം ദാതശ്ശിമാൽ, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ചിലർ നരകത്തിൻ്റെ വക്കിലെത്തുമെന്നാണ്. ആര് പറയുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ചിലർ നരകത്തിൻ്റെ വക്കിലെത്തും. ഇത് കണ്ടുകൊണ്ട് ആർദ്രതയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റബ്ബിനോട് പറയും, ഫഅഖൂലു യാ റബ്ബി അസ്ഹാബി, അല്ലാഹ് എൻ്റെ അനുചരന്മാരാണ് അവർ നരകത്തിലേക്ക് പോവുകയാണ്.
ഇത് കേൾക്കുമ്പോഴേക്കും റഹ്മാനായ റബ്ബിന്റെ മറുപടി ഫയുഖാൽ ഇന്നക ലാ തദ്രി മാ അഹ്ദഥു ബഅദക. മുഹമ്മദേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിനക്കറിയില്ല, നീ വഫാത്തായതിന് ശേഷം ഒരുപാട് അനാചാരങ്ങൾ ചെയ്തവരാണവർ, നീ പഠിപ്പിച്ചു കൊടുക്കാത്ത ഒരുപാട് ശിർക്ക് ചെയ്തവരാണവർ, ഒരുപാട് ബിദ്അത്തുകൾ ചെയ്തവരാണവർ. റബ്ബ് തആല പറയുമ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിനോട് പറയുന്ന ഒരു ആയത്താണ് നാം ഇപ്പോൾ ഈസാ നബി അല്ലാഹുവിനോട് പറയുന്ന ഒരു വചനമായി നാം കേട്ടത്. ഫഅഖൂൽ കമാ ഖാലൽ അബ്ദു സ്വാലിഹ്. ആ സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകർ പറയുന്നത്, അല്ലാഹുവിന്റെ സ്വാലിഹായ ഒരു അടിമ പറഞ്ഞതുപോലെ ഞാനും പറയും, വകുൻതു അലൈഹിം ഷഹീദാ. അല്ലാഹുവേ, അവരുടെ ഇടയിൽ ഞാൻ ജീവിച്ചിരുന്ന സമയത്ത് അവർ എന്തെല്ലാം ചെയ്തുവെന്ന് എനിക്കറിയാം. എന്നെ നീ മരിപ്പിച്ചതിന് ശേഷം അവർ എന്തൊക്കെ ചെയ്തുവെന്ന് എനിക്കറിയില്ല. നോക്കൂ സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ മുസ്ലിം സമുദായത്തിന്റെ വിശ്വാസം എന്താണ്? നാം ചെയ്തുകൊണ്ടിരിക്കുന്ന റസൂലേ, ഞങ്ങളെ കാണുന്നില്ലേ, ഞങ്ങളെ കൈപിടിക്കുന്നില്ലേ, ഞങ്ങളെ സഹായിക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ മാല മൗലൂദുകളിൽ കൂടി പ്രവാചകരെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് പ്രവാചകർ കണ്ടുകൊണ്ടിരിക്കുന്നു, കേട്ടുകൊണ്ടിരിക്കുന്നു. എന്നാ പ്രവാചകന്റെ തിരുമൊഴിയായി പറഞ്ഞതോ ഇല്ല, ഞാൻ വഫാത്തായതിന് ശേഷം നിങ്ങൾ ചെയ്തത് ഒന്നും എനിക്കറിയില്ല. ഇത് സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം പോലെയുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിൽ കൃത്യമായിട്ട് വന്ന ചരിത്രമാണ്. ഇതേ സംഭവത്തിൽ മറ്റൊരു ഹദീസ് കാണാം, സുഹ്കൻ ലിമൻ ഗയ്യറ ബഅദി. പിറകോട്ട് പോയിക്കോ, എനിക്ക് ശേഷം ഒരുപാട് ബിദ്അത്തുകൾ ചെയ്തവരെ, ഞാൻ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ചെയ്ത എൻ്റെ സമുദായമേ, നിങ്ങൾ പിറകോട്ട് പോയിക്കൊള്ളുക, നിങ്ങൾക്ക് ഹൗലുൽ കൗസർ ഇല്ല എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ മുഹദ്ദിഥീങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇതേ അവസ്ഥ തന്നെയാണ് നാം കഴിഞ്ഞ 2-3 ആഴ്ചകളിലായി മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്രമാണ് നാം പഠിച്ചു വന്നത്, മനസ്സിലാക്കി വന്നത്. ആ ശൈഖ് അവറുകൾ പഠിപ്പിക്കാത്ത കാര്യങ്ങളാണ് ഇന്ന് ആ ശൈഖിന്റെ മുരീദുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉറൂസുകളും ചന്ദനക്കുടങ്ങളും മുഹയ്യിദ്ദീൻ മാലയും ഖുതുബിയത്തുമൊക്കെ നാം കേട്ടത്. ശൈഖ് അവറുകൾ പഠിപ്പിച്ചതല്ല, ശൈഖ് അവറുകൾ പഠിപ്പിച്ച ഉപദേശങ്ങൾ കഴിഞ്ഞ ഖുതുബയിൽ നാം മനസ്സിലാക്കുകയുണ്ടായി. നോക്കൂ, മഹാനായ ശൈഖ് അവറുകൾ ശിഷ്യഗണങ്ങളോട് പറയുന്ന ഒരു ഹദീസ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥമായ ഫുതൂഹുൽ ഗൈബിൽ കാണാം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊച്ചു പയ്യനായിരുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, വളരെ ചെറുപ്പമാണ്, ഒരു കുട്ടിയാണ്. ആ സമയത്ത് പ്രവാചകരുടെ നിഴലായി നടക്കുമെന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. ആ പുന്നാര മകനെ വിളിച്ചുകൊണ്ട് പ്രവാചകർ പറയുകയാണ്, യാ ഗുലാം ജിന്നി ഉഅല്ലിമുക കലിമാത്തിൻ, ഞാൻ ചില കാര്യങ്ങൾ നിനക്ക് പറഞ്ഞു തരാം. യഹ്ഫദില്ലാഹ യഹ്ഫദുക്, നീ അല്ലാഹനെ സൂക്ഷിച്ച് ജീവിക്കുകയാണെങ്കിൽ അല്ലാഹ് നിന്നെ കാത്തുകൊള്ളും. യഹ്ഫദില്ലാഹ തജിദുഹു തുജാഹിദുക്, നീ അല്ലാഹുവിനെ കണ്ടെത്താൻ പരിശ്രമിച്ചാൽ അല്ലാഹ് നിന്നെ കണ്ടെത്തും. നീ സൂക്ഷിച്ചുകൊണ്ട് അല്ലാഹനെ കണ്ടുകൊണ്ട് അല്ലാഹുവിനെ തഖ്വയോടുകൂടി ജീവിച്ചാൽ അല്ലാഹു നിന്നെ സംരക്ഷിച്ചുകൊള്ളും. ഇദാ സഅൽത ഫസ്അലില്ലാഹ്, നിന്റെ ജീവിതത്തിൽ ആവശ്യങ്ങൾ വരുമ്പോൾ അല്ലാഹുവിനോട് ചോദിക്കണം. വഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, നീ ഇസ്തിഗാസയും നീ അല്ലാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്നുവല്ലോ, ഒരിക്കലും പാടില്ല. നീ സഹായം തേടുകയാണെങ്കിൽ, നീ ഇസ്തിഗാസ ചെയ്യുകയാണെങ്കിൽ അല്ലാഹുവിനോട് മാത്രം ഇസ്തിഗാസ ചെയ്തോ. വഇലം, എന്നിട്ട് പ്രവാചകർ പറഞ്ഞ ഒരു ഹദീസാണ് ശൈഖ് അവറുകൾ ശിഷ്യഗണങ്ങളോട് പറയുന്നത്. നീ അറിയുക, അന്നൽ ഉമ്മത ലബജതമഅത് അലാ അൻ യൻഫഉക ബിശൈഇൻ ല യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക്. അറിയുക, സമൂഹം മുഴുവനും നിനക്കൊരു ഉപകാരം ചെയ്യുവാൻ ഒരുമിച്ച് കൂടി എന്ന് വിചാരിക്കുക. അല്ലാഹു അങ്ങനെ വിചാരിച്ചില്ല എങ്കിലോ ഈ സമൂഹം മുഴുവനും നിനക്ക് നന്മ ചെയ്യുവാൻ വിചാരിച്ചാലും അത് നടക്കുകയില്ല. അല്ലാഹ് എന്താണോ തീരുമാനിച്ചത് അത് തന്നെ നടക്കും.
വലബിജ്തമഉ അലാ അൻ യളറൂക ബിശൈഇൻ ലം യളറൂക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അലൈക്. ഇനി സമൂഹം മുഴുവനും വിചാരിക്കുകയാണ് നിനക്കൊരു ഉപദ്രവം ചെയ്യുവാൻ. എല്ലാവരും വിചാരിക്കുകയാണ്, ലോകത്തുള്ള എല്ലാ രാഷ്ട്രങ്ങളും എല്ലാ വ്യക്തികളും വിചാരിക്കുകയാണ് നിനക്കൊരു ഉപദ്രവം ചെയ്യുവാൻ. അല്ലാഹ് പറയുകയാണ്, എൻ്റെ കിതാബിൽ അങ്ങനെ ഒരു ഉപദ്രവം ഇല്ലാതെയാണ് ഞാൻ എഴുതിയിട്ടുണ്ടെങ്കിൽ ലോകം മുഴുവനും വിചാരിച്ചാലും നിനക്ക് ഒരു ളുറ് പോലും, ഒരു ഉപദ്രവം പോലും ചെയ്യുവാൻ സാധ്യമല്ല മോനെ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമായോട് പറയുന്ന തിരുവചനം മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ കോട്ട് ചെയ്യുകയാണ്. എന്നിട്ട് പറയുകയാണ്, വഇലം, അറിയണം നീ, അന്നൻ നസ്റ മഅ സ്വബ്ർ, ക്ഷമയോടുകൂടിയാണ് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവുക. പ്രയാസങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴേക്കും ക്ഷമിക്കുക, അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും. വഅന്നൽ ഫറജ മഅൽ കർബ്, ബുദ്ധിമുട്ടിന്റെ കൂടെ എളുപ്പവും ഉണ്ടാകും. വഅന്ന മഅൽ ഉസ്രി യുസ്റാ, പ്രയാസത്തിന്റെ കൂടെ എളുപ്പമുണ്ടാകും. അതുകൊണ്ട് ക്ഷമിക്കുക എന്ന് മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ട് ശിഷ്യഗണങ്ങളോട് പറയുന്ന വാക്ക് നോക്കൂ സഹോദരങ്ങളെ. ഫയംബഗി ലികുല്ലി മുഅ്മിനിൻ അൻ യജ്അല ഹാദൽ ഹദീസ് മിർആതൻ ലിഖൽബിഹി വശിആറഹു വദിസാറഹു വഹദീസഹു. ഓരോ വിശ്വാസിയും ഈ ഹദീസിനെ അവന്റെ ഹൃദയത്തിലെ കണ്ണാടിയാക്കണം. ഏത് ഹദീസ്? നാം ഇപ്പോൾ കേട്ട ഹദീസ് ഓരോ വിശ്വാസിയുടെയും ഹൃദയത്തിന്റെ കണ്ണാടിയാക്കി വെക്കുക, അവൻ ധരിക്കുന്ന വസ്ത്രമാക്കുക, അവന്റെ മുദ്രാവാക്യമാകട്ടെ ഇത്. എങ്കിലോ ഫയഅമൽ ബിഹി, ആ ഹദീസ് അനുസരിച്ചുകൊണ്ട് അവൻ പ്രവർത്തിച്ചു കൊള്ളട്ടെ. ഫീ ജമീഇ ഹറകാതിഹി വസകനാതിഹി, അവന്റെ എല്ലാ ചലനത്തിലും എല്ലാ അടക്കത്തിലും എല്ലാ ഒതുക്കത്തിലും ഈ ഹദീസ് ആകട്ടെ അവന്റെ അടിസ്ഥാനം. ഹത്താ യസ്ലമ ഫി ദുനിയാ വൽ ആഖിറ, എന്നാൽ രണ്ട് ലോകത്തും നിനക്ക് രക്ഷയാണ്. വയജിദുൽ ഇസ്സത ഫീഹിമാ ബിറഹ്മത്തില്ലാഹി അസ്സ വജല്ല, അല്ലാഹുവിന്റെ കാരുണ്യത്താൽ നിനക്ക് ഇസ്സത്ത് ലഭിക്കും, നിനക്ക് അന്തസ്സ് ലഭിക്കും, നിനക്ക് പ്രതാപം ലഭിക്കും രണ്ട് ലോകത്തും. ഇതാണ് മഹാനായ ശൈഖ് അവറുകൾ ജീവിച്ചിരുന്ന സമയത്ത് സമുദായത്തോട് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ മഹാനായ ശൈഖ് അവറുകൾ പറയുമോ, ജീവിതത്തിൽ വല്ലേ നിലത്തിനും എന്നെ വിളിപ്പോർക്ക് വായ്കൂടാ ഉത്തരം ചെയ്യും ഞാൻ എന്നോ അവർ പറയുമോ? സഹോദരങ്ങളെ, ജീവിതത്തിൽ അള്ളാനോട് മാത്രം മുറുകെ പിടിക്കൂ എന്ന് ഉപദേശിച്ച ശൈഖ് അവറുകൾ പറയുമോ, നിങ്ങൾക്ക് പ്രയാസമുണ്ടാകുമ്പോൾ യാ സയ്യിദി സനദി ഗൗസി വയാ മദദി കുല്ലി വഹീറൻ അലൽ അദാഇ ബിൽ മദദി നഊദു ബില്ലാഹ്. ശൈഖ് അവറുകൾ അങ്ങനെ പറയുകയില്ല. എൻ്റെ നേതാവായ, എൻ്റെ അഭയകേന്ദ്രമേ, എൻ്റെ ശത്രുക്കൾക്കെതിരെ കേടുവരുത്തണം ശൈഖ് അവറുകളെ, എന്നെ സഹായിക്കണം ശൈഖ് അവറുകളെ എന്ന് പാടിക്കൊണ്ടിരിക്കുകയാണ്. ശൈഖ് അവറുകൾ പഠിപ്പിച്ചതിന് വിരുദ്ധമാണ്. നേരത്തെ നാം പ്രവാചകന്മാരുടെ ചരിത്രം പറഞ്ഞതുപോലെ ഈസാ നബിയുടെ ആദർശത്തിന് വിരുദ്ധമാണ് ഈസാ നബിയുടെ അനുയായികൾ ചെയ്തത്. മൂസാ നബിയുടെ അനുയായികൾ ചെയ്തത് മൂസാ നബി പഠിപ്പിക്കാത്ത ആദർശമാണ്. ഇബ്രാഹിം നബി പഠിപ്പിക്കാത്ത ആദർശമാണ് മുശ്രിക്കുകൾ ഇബ്രാഹിം നബിയെ സ്നേഹിക്കുന്നു എന്നുള്ള വ്യാജേന അവർ ചെയ്തത് എന്ന് വിശുദ്ധ ഖുർആൻ. ഇതേ അവസ്ഥ തന്നെയാണ് സഹോദരങ്ങളെ മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ ജീവിതത്തിൽ പറഞ്ഞ സാരോപദേശങ്ങൾ നമ്മുടെ ഇന്നത്തെ ഈ സമുദായം ഒന്ന് കേൾക്കണം. എത്രമാത്രം പറഞ്ഞുവെന്നറിയുമോ? മഹാനായ ശൈഖ് അവറുകൾ എന്ന് പറയുന്ന ഒരു അധ്യായത്തിൽ, ഇതേ ഫുതുഹുൽ ഗൈബിൽ വിനയം എന്നുള്ള അധ്യായത്തിൽ അദ്ദേഹം പറയുന്ന സാരോപദേശങ്ങൾ സഹോദരങ്ങളെ, അതൊരു വിശ്വാസി ജീവിതത്തിൽ പാലിക്കുകയാണെങ്കിൽ സ്വർഗം ഉറപ്പാണ് ബിഇദ്നില്ലാഹ്. എന്താണ് അദ്ദേഹത്തിന്റെ വിനയമെന്നറിയുമോ? വഹുവ അല്ലാ യൽഖൽ അബ്ദ അഹദൻ മിനൻ നാസ് ഇല്ലാ റആ ലഹുൽ ഫദ്ല അലൈഹി വയഖൂൽ അസാ അൻ യകൂന ഇൻദല്ലാഹി ഖൈറൻ മിന്നി വർഫഅ ദറജതൻ. മറ്റുള്ളവരെ കാണുമ്പോൾ തന്നെക്കാൾ മഹത്വമുള്ളവരാണെന്ന് നീ ധരിക്കുക. അവൻ ആരടാ, അവൻ എന്നെക്കാളും കുറഞ്ഞവനാടാ എന്നൊരു ചിന്ത ഒരു വിശ്വാസിക്കുണ്ടാകുവാൻ പാടില്ല. മറ്റുള്ളവരെ കാണുമ്പോൾ എന്നെക്കാളും മഹത്വമുള്ളവനാണെന്ന് നീ ധരിക്കണം.
അള്ളാഹുവിന്റെ സന്നിധിയിൽ എന്നെക്കാളും ഹൈറായവൻ ഇവനാണ് എന്നുള്ള ഒരു ചിന്ത ഒരാളെ കാണുമ്പോൾ ഉണ്ടാകണമെന്ന് ശൈഖ് അവർകൾ പറയുകയാണ്. ഫഇൻ കാന സ്വഗീറൻ, നീ ഒരു ചെറിയ നിന്നെക്കാളും പ്രായം കുറഞ്ഞ ഒരാളെ കാണുകയാണെങ്കിൽ ഖാല, നീ പറയണം ഹാദാ ലം യഅസുല്ലാഹ തആല, ഈ പൊന്നുമോൻ അള്ളാഹുവിന് അനുസരണക്കേട് കാണിക്കാത്തവനാണ്. കാരണം പ്രായം കുറവാണല്ലോ. അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കുന്ന ഈ പയ്യൻ വഅൻ ഖദ് അസൈതു ഫലാ ശക്ക അന്നഹു ഖൈറും മിന്നീ, ഞാൻ പാപിയാണ്, ഞാൻ പ്രായമുള്ളവനാണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, ഇവനേക്കാൾ ഞാൻ ഉത്തമനല്ല. വഇൻ കാന കബീറൻ, നീ ഒരു വലിയവനെയാണ് കണ്ടുവന്നത് എങ്കിൽ ഖാല ഹാദാ അബ്ദുല്ലാഹി ഖബ്ലി, എന്നെക്കാളും എത്രയോ മുമ്പ് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തവനാണ് ഈ മനുഷ്യനെന്ന് നീ ധരിക്കണം. വഇൻ കാന ആലിമൻ, നീ ഒരു പണ്ഡിതനെ കണ്ടുവെങ്കിൽ ഖാല ഹാദാ ഉഅതിയ മാ ലം അബ്ലഗ്, എനിക്ക് ലഭിക്കാത്ത ഒരുപാട് വിജ്ഞാനങ്ങൾ ഇവർ പകർന്നതാണ്, ഇവർ ജനങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് നീ ധരിക്കണം. വനാല മാ ലം അനാലും വഅലമ മാ ജഹൽതു വഹുവ യഅമൽ ബിഇൽമിഹി, ഞാൻ അറിയാത്തത് ഒരുപാട് അറിയുന്നയാളാണ്, അറിവനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നയാളുമാണ് ഇദ്ദേഹം എന്ന് നീ പോസിറ്റീവായി ഓരോരുത്തരെ കാണുമ്പോഴും നീ ചിന്തിക്കണം. വഇൻ കാന ജാഹിലൻ, നീ ഒരു മഠയനെ കണ്ടാൽ, ഒരു വിവരമില്ലാത്ത ഒരാളെ കണ്ടാൽ ഖാല, നീ പറയണം ഹാദാ അസല്ലാഹു ബിജഹ്ലിൻ, അവന്റെ മൂഢത്തരം കൊണ്ടാണ് അവൻ തെറ്റുകൾ ചെയ്തത്. വഅന അസൈതഹു ബിഇൽമിൻ, എനിക്ക് അറിവുണ്ടായിരിക്കെ ഞാൻ തെറ്റുകൾ ചെയ്തു. അദ്ദേഹം അറിവില്ലാത്തത് കൊണ്ടാണ് തെറ്റുകൾ ചെയ്തത്, ഞാനാകട്ടെ ഇൽമുണ്ട്, അറിവുണ്ട്, അന്നും വെച്ചുകൊണ്ടാണ് ഞാൻ തെറ്റുകൾ ചെയ്തെന്ന് നീ ധരിക്കണം. വലാ അദിരീ, എന്തിനാ ഇങ്ങനെ നീ ധരിക്കേണ്ടത്? നിനക്കറിയില്ലല്ലോ. ബിമ യുഖ്തമ്മ ലി വബിമ യുഖ്തമ്മു ലഹു, അവൻ്റെയും എൻ്റെയും പര്യവസാനം എങ്ങനെ ഇരിക്കുമെന്ന് നമുക്കറിയില്ലല്ലോ. നോക്കൂ സഹോദരങ്ങളെ, നോക്കൂ, ഒരാളുടെ പര്യവസാനം എങ്ങനെ ഇരിക്കുമെന്ന് ആർക്കാ പറയുവാൻ സാധിക്കുക? വഇൻ കാന കാഫിറൻ, നീ ഒരു അവിശ്വാസിയെ കാണുകയാണെങ്കിൽ ഖാല ലാ അദ്രി അസാ അൻ യസ്ലിം ഫയുഖ്തം, അതിൻ്റെ പേരിൽ അവനെ നീ മോശക്കാരനാണെന്ന് പറയരുത്. ഒരുപക്ഷേ അവൻ മുസ്ലിമായേക്കാം, മുസ്ലിമായ നീ കാഫിറായേക്കാം. എപ്പോഴും വിനയം കൊണ്ട് നീ നിന്റെ ജീവിതത്തെ അടയാളപ്പെടുത്തണമെന്ന് മഹാനായ മുഹയ്യിദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി 900 വർഷങ്ങൾക്ക് മുമ്പ് ബഗ്ദാദിൽ ജീവിച്ചു മരിച്ചുപോയ മഹാനവർകൾ പറയുകയാണ്. എങ്കിൽ ഇനി പറ സഹോദരങ്ങളെ, ഈ മാലകളിൽ കൂടി പറയുന്ന വരികൾ മുഹയ്യിദ്ദീൻ ഷെയ്ഖ് പറഞ്ഞതാണോ? ജിന്നിനും ഇൻസിനും മറ്റ് മലക്കിനും ഞാൻ ഇവയെല്ലാവർക്കും മെയ്യേ ഷെയ്ഖ് എന്നോവർ. നഊദു ബില്ലാഹ്. ഷെയ്ഖ് അവർക്ക് പറയില്ല സഹോദരങ്ങളെ, ഞാൻ ഇൻസിനും മനുഷ്യർക്കും മലക്കുകൾക്കും മേലെയാണ്. ഈ പറഞ്ഞ ഷെയ്ഖ് അവர்கள் പറയുമോ? എല്ലാ വലികളും മേലെ കുത്തുബാണോരും എന്നുടെ വീട്ടിലെ ഫുള്ളോർ അതെന്നോവർ. എല്ലാ വലിമാരും എൻ്റെ വീട്ടിലെ പിള്ളേരാണ്. ആരുണ്ടതെന്റെ മഖാമിനെ എത്തിയിട്ട് ആരാനുമുണ്ടെങ്കിൽ ചൊല്ലൂവിനെന്നോരേ. എൻ്റെ ദറജയിലെത്തിയ ആരുണ്ടടാ? ഓ, എത്ര ധിക്കാരത്തോടുകൂടി പറയുന്ന ഷെയ്ഖിനെയാണ് ഈ മാലക്കാരൻ പരിചയപ്പെടുത്തുന്നത്. അല്ലാ, എനിക്കവൻ താൻ ചെയ്ത ഫോരിഷ ആർക്കും ഖിയാമത്തോളം ചെയ്യാതെന്നോവർ. എനിക്ക് അല്ല ചെയ്ത പോരിഷ ലോകത്ത് ഒരാൾക്കും കൊടുത്തില്ല. എല്ലാവർക്കും എത്തിയ നിലപാടതെപ്പോഴും എൻ്റെ ബഖിയ്യത്തിൽ മിഞ്ചം അതെന്നോവർ. ഇനി മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ നിഅമത്ത് അല്ല കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് കിട്ടിയതിൻ്റെ മിഞ്ചമാണ്. മിഞ്ചം മനസ്സിലായ സഹോദരങ്ങൾ? ബാക്കിയാണ്. തമിഴും മലയാളവും ഒക്കെ കലർന്ന വരെയാണ് ഈ മുഹയ്യിദ്ദീൻ. ഇത് ഏതോ ഇസ്ലാമിനെ തകർക്കുവാൻ, ഇത് പറയുമ്പോഴേക്കും പലർക്കും ഇങ്ങനെയൊക്കെ പറയണം സഹോദരങ്ങളെ. ഇത് ഇസ്ലാമിൻ്റെ തൗഹീദിനെ തകർക്കുവാൻ ഏതോ മനുഷ്യൻ ആസൂത്രണം ചെയ്ത വരികളാണ് ഈ മാലകളും മൗലൂദുകളും. ഈ മുഹയ്യിദ്ദീൻ അതല്ല, മഹാനായ ഷെയ്ഖ് അവറുകൾ പറഞ്ഞ പൊൻമൊഴിയാണ് നാം ഇവിടെ കേട്ടത്. ഈ മാലക്കാരൻ പറയുന്നത് പൊയ്മൊഴിയാണ്. രണ്ടും വ്യത്യാസമുണ്ട്. മഹാനായ ഷെയ്ഖ് അവറുകൾ അങ്ങനെ പറയില്ല. മഹാനായ ഷെയ്ഖ് അവറുകൾ റഹ്മാനായ റബ്ബിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന ചില വചനങ്ങൾ ഫതഹുർ റബ്ബാനി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ
വിശദീകരിക്കുകയാണ്. അള്ളാനെ പരിചയപ്പെടുത്തിയ പ്രവാചകന്മാരുടെ അതേ അനന്തരാവകാശിയായ പണ്ഡിതനായ ഇമാം മുഹ്യിദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി. അമ്പിയാക്കന്മാരെല്ലാം അള്ളാഹുവിൻ്റെ ഗാംഭീര്യത്തെക്കുറിച്ചാണ് ജനങ്ങളെ പഠിപ്പിച്ചു കൊടുത്തത്. അങ്ങനെ തന്നെയാണ് ഷെയ്ഖ് അവറുകളും ജനങ്ങളെ പഠിപ്പിച്ചു കൊടുത്തത്. മഹാനായ ഷെയ്ഖ് അവറുകൾ പറയുന്ന അള്ളാഹിനെക്കുറിച്ച് പറയുന്ന ഗരിമ നിറഞ്ഞ വാക്കുകൾ കേൾക്കൂ സഹോദരങ്ങളെ. ഈ ഷെയ്ഖ് അവറുകൾ പറയുമോ, എനിക്ക് ആ ദർജയുണ്ട്, എനിക്ക് ഈ കറാമത്തുണ്ട്, ഞാൻ ആണിനെ പെണ്ണാക്കും, പെണ്ണിനെ ആണാക്കും, മരിച്ചുപോയ ആൾക്കാരെ പിടിച്ചുകൊണ്ട് റൂഹിനെ പിടിച്ചു കൊടുക്കും, പറയുമോ സഹോദരങ്ങൾ? ഇതൊക്കെ കാൽപ്പനിക കഥകളാണ്. ഇസ്ലാമിൻ്റെ ബദ്ധശത്രുക്കൾ എഴുതി വെച്ചതാണ് ഈ മുഹ്യിദ്ദീൻ മാല. അള്ളാഹുവിൻ്റെ വലിയായ മുഹ്യിദ്ദീൻ ഷെയ്ഖ് വഫാത്തായി 400 വർഷങ്ങൾക്ക് ശേഷമാണ്, 900 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ മുഹ്യിദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ജീവിച്ച് വഫാത്തായി പോയത്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിനും 550 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ മുഹ്യിദ്ദീൻ മാല എഴുതിയത്. നോക്കൂ, ഷെയ്ഖ് അവറുകൾ അള്ളാഹിനെ കുറിച്ച് പറയുകയാണ്, യാ അല്ലാഹ്, യാ റഹ്മാൻ, യാ മന്നാൻ, യാ മുസബ്ബഹം ബികുല്ലി ലിസാൻ, എല്ലാ നാവുകൊണ്ടും തസ്ബീഹ് ചൊല്ലുന്ന അല്ലാഹ്, യാ കാഫി മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ അഹ്സാബ്, എല്ലാ വേദനകൾക്കും ശമനമായവനെ, എല്ലാ പ്രയാസങ്ങൾക്കും പ്രവാചകർക്കും മതിയായ അല്ലാഹ്, വയാ കാഫി ഇബ്രാഹിം അലൈഹിമുസ്സലാമുൻ നീറാൻ, തീക്കുണ്ടാരത്തിൽ എറിയപ്പെട്ട മഹാനായ ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് മതിയായ റബ്ബേ, വയാ കാഫി മൂസ അലൈഹിമുസ്സലാം ഫിർഔൻ, ആണുങ്ങളെ അരികൊല ചെയ്ത ഫിർഔന് മതിയായ റബ്ബേ, വയാ കാഫി ഈസ അലൈഹിമുസ്സലാമുൽ ജബാബിറ, അഹങ്കാരികളായ ജനതയ്ക്ക് മുകളിൽ ഈസാ നബിക്ക് മതിയായ അല്ലാഹ്, വയാ കാഫി നൂഹൻ അലൈഹിമുസ്സലാമൽ ഗറഖ്, ജലപ്രളയത്തിൽ നൂഹ് നബിക്ക് മതിയായ അല്ലാഹ്, വയാ കാഫി ലൂത്തൻ അലൈഹിമുസ്സലാം ഫഹശ ഖൗമുഹു, മോശപ്പെട്ട പ്രവർത്തനം സമൂഹത്തിന് ചെയ്ത ലൂത്ത് നബിയുടെ സമൂഹമുണ്ടല്ലോ, ആ സമൂഹം ലൂത്ത് നബിയെ ആക്രമിക്കുവാൻ വന്നപ്പോൾ മതിയായ റബ്ബേ, ലൂത്ത് നബിയെ സഹായിച്ച അല്ലാഹ്, വയാ കാഫി മിൻ കുല്ലി ഷൈഇൻ വലാ യക്ഫി മിൻഹു ഷൈ, എല്ലാ കാര്യങ്ങൾക്കും എല്ലാ ഇപ്പോഴും മതിയായ അല്ലാഹ്, യാ കാഫി ആയിഷ റളിയല്ലാഹു അൻഹാ വ ആസിയ, ഫിർഔന്റെ ഭാര്യയായ ആസിയ റളിയല്ലാഹു അൻഹക്കും പൊന്നാര റസൂലുള്ളാഹിന്റെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹക്കും ജീവിതത്തിൽ എന്തെല്ലാം പ്രയാസങ്ങൾ നേടിയിട്ടുണ്ട്. ആ രണ്ടുപേർക്കും മതിയായ റബ്ബേ, ആ മതിയായ അല്ലാഹ്, എനിക്ക് നീ മതി, എനിക്ക് നീ മതി അല്ലാഹ്, ഇക്ഫിനി അളീമൽ ബലാഇ മിൻ കുല്ലി ഷൈ, എല്ലാ ബലാ മുസീബത്തുകളെയും തരണം ചെയ്ത, എല്ലാ പ്രവാചകന്മാർക്കും സംരക്ഷണം നൽകിയ, എല്ലാ വലിയുകൾക്കും സംരക്ഷണം നൽകിയ, എല്ലാ മശായിഖന്മാർക്കും സംരക്ഷണം നൽകിയ അല്ലാഹ്, എനിക്ക് നീ മതി റബ്ബേ. അങ്ങനെ പറഞ്ഞ ഷെയ്ഖിനെ വിളിച്ചുകൊണ്ടാണ് ഈ വിവരം കെട്ടവന്മാർ പറയുന്നത്, മുറാദിയാ മുറാദിയാ മുറാദി മുറാദി ഷെയ്ഖ് മുഹ്യിദ്ദീൻ മുറാദി. വിവരം കെട്ടവർ, ഇസ്ലാമിനെ തകർക്കുകയാണിവർ. അമ്പിയാക്കന്മാരെ സഹായിച്ച റബ്ബേ, എനിക്ക് നീ മതി എന്ന് പറഞ്ഞ ഷെയ്ഖ് അല്ലാഹ് അല്ലാത്തവരോട് വിളിച്ചു തേടുവാൻ പ്രാർത്ഥിക്കുവാൻ പറയുമോ സഹോദരങ്ങളെ? കാലന്നസുറായിൽ മൗത്ത് വാങ്ങുന്നാളിൽ കരുത്തർ മുഹ്യിദ്ദീൻ കാവലിൽ ഏകല്ലാഹ്. ഷെയ്ഖ് പറയുമോ സഹോദരങ്ങളെ? പൊന്നാര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന്റെ സമയത്ത് പോലും അല്ലാഹ് എന്റെ വേദനയെ നീ ശമിപ്പിച്ചതാ അല്ലാഹ്, എന്റെ പ്രയാസം നീ മാറ്റിത്താ അല്ലാഹ് എന്ന് പറഞ്ഞ മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം അറിയുന്ന മുഹ്യിദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി നാം കഴിഞ്ഞ ഖുത്ബയിൽ സൂചിപ്പിച്ചു, വഫാത്തിന്റെ സമയത്ത് പോലും യാ അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ടാണ് ഈ ലോകത്ത് നിന്നും മഹാനായ ഷെയ്ഖ് അവറുകൾ വിട പറഞ്ഞു. എങ്കിൽ വിശ്വാസികളെ, ഇനി പറ, ഈ ഷെയ്ഖ് അവറുകൾ ഷെയ്ഖിനെ വിളിക്കുവാൻ പറയുമോ? ഒരിക്കലുമില്ല സഹോദരങ്ങളെ. ഇത് മൂസാ നബി പഠിപ്പിക്കാത്ത ആദർശം ജൂതന്മാർ ചെയ്തതുപോലെ,
ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിക്കാത്ത ആദർശം ക്രിസ്ത്യാനികൾ ചെയ്തതുപോലെ, ഇബ്രാഹിം നബി പഠിപ്പിക്കാത്ത ആദർശം മുശ്രിക്കുകൾ ചെയ്തതുപോലെയാണ് മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കാത്ത ആദർശം ആധുനിക മുശ്രിക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്ഷമിക്കണം. മഹാനായ ശൈഖ് അവറുകളെ ഇത്രയും നിന്ദ്യമായി വിശ്വസിക്കുന്ന ഒരു സമൂഹം വേറെ കഴിഞ്ഞിട്ടില്ല സഹോദരങ്ങളെ. ഇൻഷാ അല്ലാഹ് വരുന്ന ഖുത്ബയിൽ അതുകൂടി അല്പസമയം വിശദീകരിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് വിശ്വാസികളെ, ശൈഖ് അവറുകൾ പഠിപ്പിച്ച തൗഹീദിലേക്ക് തിരിയണം. എല്ലാ പ്രവാചകന്മാരെയും സഹായിച്ച റബ്ബ് നമുക്ക് മതി എന്ന് പറഞ്ഞ ശൈഖ് അവറുകളുടെ മുരീദുകളെ പറയുവാൻ സാധിക്കണം, ഞങ്ങൾക്കും ശൈഖ് അവറുകൾ പറഞ്ഞ റബ്ബ് മതി. ഇക്ഫിനി അളീമൽ ബലാഅ മിൻ കുല്ലി ഷൈ, എല്ലാ ബലാ മുസീബത്തുകളിൽ നിന്നും സംരക്ഷണം നൽകിയ അല്ലാഹ് എനിക്ക് മതിയായവനാണെന്ന് പറഞ്ഞ ശൈഖ് അവറുകളുടെ അനുയായികളായി നാം മാറണം സഹോദരങ്ങളെ. അത്തരം മുത്തഖീങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ.